എന്തൊക്കെയാണോ ഞങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങൾ, അതിൽ ഞങ്ങൾക്കൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുക, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക. അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുന്ന സ്വാദ്, എല്ലാ ജനവിഭാഗങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുന്ന സ്വാദ്, അതിനുതകുന്ന ഒരു വികസന നടപടികളാണ് നാം നടപ്പാക്കിയത്. സർവതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനം, അതിൻ്റെ ശരിയായ നില തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നു. നമ്മുടെ നാടിൻ്റെ ഒരു പ്രദേശവും വികസനത്തിൻ്റെ സ്പർശമേൽക്കാതിരിക്കരുത്. നമ്മുടെ കേരളത്തിലെ ഒരു ജനവിഭാഗവും വികസനത്തിൻ്റെ സ്വാദ് അനുഭവിക്കാതിരിക്കരുത്. ആ നിലയിൽ മാതൃകാപരമായ രീതിയിൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന് ഉയർന്നു വരാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇതിന് തുടർച്ച വേണം. ആ തുടർച്ച ഞങ്ങൾ മാത്രമേ നടത്താനാവൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല. ആ നിർബന്ധവും ഞങ്ങൾക്കില്ല. ജനവിധി വന്നിരിക്കുന്നു. ആ വിധിയുടെ ഭാഗമായി തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് UDF സർക്കാരാണ്. ആ UDF സർക്കാർ ഇത്തരം കാര്യങ്ങൾ നാടിൻ്റെ അഭിവൃദ്ധിക്ക്, ജനങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്നവയെല്ലാം നടപ്പാക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അങ്ങനെ നടപ്പാക്കുമ്പോൾ അത്തരം കാര്യങ്ങൾക്കെല്ലാം ക്രിയാത്മകമായ പിന്തുണയും ഞങ്ങൾ നൽകും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും തരത്തിൽ നാടിൻ്റെ താല്പര്യത്തിനോ ജനങ്ങളുടെ ക്ഷേമത്തിനോ വിരുദ്ധമായ നടപടികളുണ്ടായാൽ അവയെല്ലാം അതിശക്തമായി എതിർക്കുന്ന നിലപാടും സ്വീകരിക്കും. ഇത്തരത്തിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് ഘട്ടങ്ങൾ നാം തരണം ചെയ്തതാണ്. ഈ പരാജയം CPIM-ൻ്റെയോ LDF-ൻ്റെയോ അവസാനമായി ആരും കാണേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. ഇതുപോലുള്ള അനേകം ഘട്ടങ്ങൾ ഞങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഒരു സംശയവുമില്ല, കൂടുതൽ ജനപിന്തുണയോടെ, കൂടുതൽ കരുത്തോടെ CPIM-ഉം LDF-ഉം തിരിച്ചു വരും. അതിനായി എല്ലാവരും ആവശ്യമായ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ഓഫീസ് ഉപകരിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.